നോട്ടം യാ ആ പാവന പാതയിലിക പരവിജയം നീകല്ലാ തൗഫീഖിൻ തിരുനോട്ടം യാ ആ പാവന പാതയിലിക പരവിജയം നീകല്ലാ കാലത്തിൻ മുന്നേ നടന്നവരാണവർ പുണ്യമഹാന്മാർ ആലം ഉടയോന്റെ വഴിവെട്ടവുമായി മണ്ണിലണഞ്ഞോ നേരറിയാതെ പേരറിയാതെ നീതിയിൽ ഞാനലഞ്ഞു നോവുന്ന നെഞ്ചിലെ തേങ്ങലുമായെന്റെ നാളുകളും കൊഴിഞ്ഞു നേരറിയാതെ പേരറിയാതെ നീതിയിൽ ഞാനലഞ്ഞു നോവുന്ന നെഞ്ചിലെ തേങ്ങലുമായെന്റെ നാളുകളും കൊഴിഞ്ഞു തപമനമാല വിളിച്ച് വിതുമ്പും നിജമറിയുന്നവരെ തമസകമിന്നൊഴിവാക്കി നിലാത്തൂവെട്ടം കാട്ടിടണേ തപമനമാല വിളിച്ച് വിതുമ്പും നിജമറിയുന്നവരെ തമസകമിന്നൊഴിവാക്കി നിലാത്തൂവെട്ടം കാട്ടിടണേ അകമുണരുന്നനുഭൂതിയിലകതവനൊളിവ് പകർന്ന മഹോന്നതരെ അകമെരിയുന്നടിയാന്റെ മുറാദിനെ കൂട്ടിടുവാൻ വിധിദായകനെ അകവും പുറവും അറിയും റഹ്മാനേ കാലത്തിൻ മുന്നേ നടന്നവരാണവർ പുണ്യമഹാന്മാർ ആലം ഉടയോന്റെ വഴിവെട്ടവുമായി മണ്ണിലണഞ്ഞു കൈവെടിയാതെ കൈയേറും ദേഹത്തെ കാതല്ലറിയിച്ചിടണേ അനുനിമിഷങ്ങളിൽ അനുപമ സത്യം കരം പിടിച്ചേകിടണേ കൈവെടിയാതെ കൈയേറും ദേഹത്തെ കാതല്ലറിയിച്ചിടണേ അനുനിമിഷങ്ങളിൽ അനുപമ സത്യം കരം പിടിച്ചേകിടണേ അന്ധതയിൽ ഇനി എന്തിവനില്ല തണലൊന്നല്ലാതെ വെന്തുരുകും ഈ ചിന്തകളിൽ വിതുമ്പുകയല്ലാതെ അന്ധതയിൽ ഇനി എന്തിവനില്ല തണലൊന്നല്ലാതെ വെന്തുരുകും ഈ ചിന്തകളിൽ വിതുമ്പുകയല്ലാതെ സത്യമതത്തിൽ മുത്ത് പൊഴിക്കും ഉത്തമരായ മഹാബലരെ സത്യസിറാത്തിൻ ബാബുകളെന്നിൽ ഏറ്റിടണേ കരുണാമയനെ പരിപാലകനെ പാരിന്നുടയോനേ കാലത്തിൻ മുന്നേ നടന്നവരാണവർ പുണ്യമഹാന്മാർ ആലം ഉടയോന്റെ വഴിവെട്ടവുമായി മണ്ണിലണഞ്ഞോ കാലത്തിൻ മുന്നേ നടന്നവരാണവർ പുണ്യമഹാന്മാർ ആലം ഉടയോന്റെ വഴിവെട്ടവുമായി മണ്ണിലണഞ്ഞോ തൗഫീഖിൻ തിരുനോട്ടം യാ ആ പാവന പാതയിലിക പരവിജയം നീകല്ലാ തൗഫീഖിൻ തിരുനോട്ടം യാ ആ പാവന പാതയിലിക പരവിജയം നീകല്ലാ കാലത്തിൻ മുന്നേ നടന്നവരാണവർ പുണ്യമഹാന്മാർ ആലം ഉടയോന്റെ വഴിവെട്ടവുമായി മണ്ണിലണഞ്ഞോ
والسلام على رسول الله وعلى آله الفائزين برضا الله. أما بعد، الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من يرد الله أن يهديه يشرح صدره للإسلام. صدق الله مولانا العظيم. من تمسك بسنتي عند فساد أمتي فله أجر 100 شهيد. صدق رسول الله الكريم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا فاغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا فاغفر لنا ما مضى يا واسع الكرم. تقبل ربي دعواتي واصلح كل طاعتي وادخلنا بجناتي بجاه الشيخ أجميري. يا سيدي سندي غوثي ويا مددي كله ظهيرا على الأعداء بالمدد. مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين. يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني. وعلى محمد سيدنا مولانا محمد. ബഹുമാനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഹിദായത്ത് കൊണ്ട് അനുഗ്രഹിച്ച മോമിനീങ്ങളിൽ നമ്മൾ പെടുത്തി തരട്ടെ. അള്ളാഹുവിൻ്റെ സലാമത്ത് കൊണ്ട് അനുഗ്രഹിച്ച മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ സ്നേഹിക്കുന്ന മോമിനീങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. അള്ളാഹുവിൻ്റെ പ്രകാശം കൊണ്ട് അനുഗ്രഹിച്ച മോമിനീങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. ഖിയാമത്തോളം അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാനും സ്നേഹിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അള്ളാഹു എല്ലാ ബലാൽ മുസീബത്തുകളിൽ നിന്നും തട്ടി നീക്കി സലാമത്തിലാക്കി തരട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മോമിനീങ്ങൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് കൊടുക്കട്ടെ. നമ്മൾ ഈ സ്ഥാപനത്തിന് ദീനിന് വേണ്ടി സേവനം ചെയ്ത് വളരെയധികം കഷ്ടപ്പെട്ടതായിരിക്കുന്ന, പ്രത്യേകിച്ച് നമ്മളുടെ ഈ നാട്ടിലുള്ളതായിരിക്കുന്ന കുട്ടികൾ, മക്കൾ, അവരെ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ദീനിൻ്റെ മക്കളാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലിട്ട് കൊടുക്കുന്ന മക്കളാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും മാതാപിതാക്കൾക്ക്, കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യുന്ന മക്കളാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ. എന്നും ഈ ദീനിനെ, ഈ സ്ഥാപനത്തിനെ സഹായിക്കാനുള്ളതായ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്ത് കൊടുക്കട്ടെ. അതേപോലെ തന്നെ നമ്മളുടെ ഈ ലൈറ്റ് കൊണ്ടിട്ട് നമ്മൾക്ക് ഒരുപാട് പൈസ ചിലവാക്കി സഹായിച്ചതായിരിക്കുന്ന ഒരുപാട് മോമിനീങ്ങളുണ്ട്, പലരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അതിൻ്റെ പ്രകാശം അവരെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. സ്വർഗത്തിൽ അള്ളാഹു അനുഗ്രഹിപ്പിക്കട്ടെ. അതേപോലെ തന്നെ നമുക്ക് വിദേശികളായിക്കൊണ്ട് നമ്മൾ ഈ സ്ഥാപനത്തിന് വേണ്ടി എന്നും സഹായിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരന്മാർ, അവർ എന്നും സഹായിച്ചതുപോലെ ഈ കൊല്ലവും അവർ സഹായിച്ചിട്ടുണ്ട്. അവർക്കും അള്ളാഹു അവരുടെ സഹായം അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു അവരുടെ ജോലിയിലൊക്കെ ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ.
ഓരോ കുടുംബത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അവരുടെ എല്ലാ കുടുംബ പ്രശ്നങ്ങളും അള്ളാഹു സലാമത്തിലാക്കി കൊടുക്കട്ടെ. അതുപോലെ നമ്മളൊക്കെ ദീനിൻ്റെ മക്കളാണ്. അള്ളാഹു നമ്മളൊക്കെ അനുഗ്രഹിച്ച് ദീനിൻ്റെ മക്കളാക്കി അള്ളാഹു നമ്മളെ മഹാന്മാരുടെ കരളിൻ്റെ കഷ്ണങ്ങളാക്കി ജീവിച്ചു കൊണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരാം. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. ബഹുമാനികളെ, നമ്മളുടെ ഈ മഹത്തായിരിക്കുന്ന ഈ പരിപാടി അതിലൊക്കെ നമ്മളൊക്കെ അതിന് പങ്കെടുത്ത് നമ്മളുടെ ബഹുമാനപ്പെട്ട തങ്ങൾ വിചാരിക്കാതെ വന്ന് പങ്കെടുത്ത് അള്ളാഹു ഇസ്സത്ത് ദുനിയാവിലും ആഖിറത്തിലും പ്രദാനം ചെയ്ത് കൊടുക്കട്ടെ. നമ്മളെ പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞത് അതെല്ലാവർക്കും സാധിക്കൂല. അതിന് അള്ളാഹു പ്രത്യേകിച്ച് തൗഫീക്ക് നൽകിയവർക്ക് മാത്രമേ സാധിക്കൂ. ആ കൂട്ടത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് പെടുത്തി കൊടുക്കട്ടെ. ബഹുമാനികളെ, നമ്മളുടെ ഈ സമ്മേളനം വളരെയധികം ഒരു പ്രധാനപ്പെട്ട സമ്മേളനമാണ്. ഈ 25ാം വാർഷികം എന്ന് പറയപ്പെടുന്നത്. ഇതിനെ സംബന്ധിച്ച് പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാമിൻ്റെ ആദ്യകാലം മുതൽക്കുള്ളതായിരിക്കുന്ന വീക്ഷണം നമുക്കൊക്കെ അറിയുന്ന ഒന്നാണ്. ഇസ്ലാം ദീന് എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ അവരൊക്കെ ഈ ദീന് നമ്മളെ കയ്യിലേക്ക് എത്തിച്ച് തന്നതിൻ്റെ പ്രയാസം വളരെയധികമാണ്. ആ പ്രയാസങ്ങൾ കണക്കിലെടുത്ത് കഴിഞ്ഞതായിരിക്കുന്ന കാലങ്ങളിലൊക്കെ ഉള്ളതായ അമ്പിയാക്കന്മാരുടെ സ്വഭാവങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ബദൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദാ എന്ന്. ഇസ്ലാമിനാണ് ശത്രു, അത് ഇസ്ലാമിൽ നിന്ന് തന്നെയാണ് ശത്രു, മുസ്ലിമും തന്നെയാണ് ശത്രു, ഇസ്ലാമിൻ്റെ ശത്രു എന്ന്. സ്വന്തം കുടുംബത്തിലാണ് അഷ്റഫുൽ ഖൽഖിനുണ്ടായ ശത്രു. മനസ്സിലാക്കണം, സ്വന്തം കുടുംബത്തിലാണ്. എല്ലാ മുഅ്മിനീങ്ങൾക്കും ശത്രുക്കളുണ്ടാകും, എല്ലാ നബിമാർക്കും ഫിർഔനുണ്ടാകും. എൻ്റെ ഫിർഔൻ അതിലൊക്കെ കടുപ്പമാണ് എന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. എന്താ തങ്ങളെ ഫിർഔൻ ഇത്ര കടുപ്പം എന്ന് പറയാൻ? തങ്ങളെ ഫിർഔൻ അബൂജഹൽ ലഅനത്തുല്ലാഹിയാണ്. റസൂലുള്ളാഹിൻ്റെ കുറ്റം മാത്രം നോക്കി നടക്കുന്ന, അവസാനം വരെയും അള്ളാഹിൻ്റെ റസൂലിൻ്റെ കുറ്റം മാത്രം നോക്കി നടക്കുന്ന ഫിർഔനായി. നബി ഭ്രാന്തനാണെന്ന് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലിന് ഭ്രാന്തുണ്ടോ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി, ഒന്നും ഇല്ലാത്ത തന്നെ പറഞ്ഞുണ്ടാക്കിയത്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ശത്രു അങ്ങനെയല്ല. ബുദ്ധിമുട്ട് വരുമ്പോൾ മൂസാ നബിൻ്റെ അടുത്തേക്ക് പോയി, മൂസേ അള്ളാഹിനോടൊന്ന് വേർക്ക് എൻ്റെ കാര്യം സലാമത്തായിക്കോട്ടെ. അള്ളാഹ് മൂസാ നബി അലൈഹി സ്വലാം അത് വേർക്കും, കാര്യം സലാമത്താവും. അപ്പം അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. 2 കൊല്ലം 2 വയസ്സാവുന്നവരെ പോറ്റി വളർത്തും ചെയ്തല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലാണ് ഏറ്റവും വലിയതായിരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഏറ്റവും വലിയതായിരിക്കുന്ന ശത്രുക്കളുണ്ടായത് എന്ന് നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ എല്ലാ മുഅ്മിനീങ്ങൾക്കും ശത്രുക്കളുണ്ടാവും. അത് സ്വന്തം കുടുംബത്തിൽ നിന്നായിരിക്കും ഏറ്റവും വലിയ ശത്രുവായിട്ട് വരിക എന്ന് നമ്മൾ മനസ്സിലാക്കും. നമുക്ക് ആരും ശത്രുക്കളില്ല, അതെന്നല്ല ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പല ബുദ്ധിമുട്ടും പല പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു പ്രതിസന്ധിയില്ല, ഒരു വിഷമമില്ല, ഒന്നുമില്ല. എന്തുകൊണ്ട്? ഞാൻ ആരുടെയും ശത്രുവല്ല. നമ്മളുടെ ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇത് ആരെയും ശത്രുതയ്ക്ക് വേണ്ടി പഠിപ്പിക്കുന്ന സ്ഥാപനമല്ല. ഇത് മുഅ്മിനീങ്ങളെ സ്നേഹിക്കുന്ന, മുഅ്മിനീങ്ങളെ ഉണ്ടാക്കുന്ന സ്ഥാപനമാണ്. നിങ്ങളെപ്പോലത്തെ ദീനിൻ്റെ എൻ്റെ മുഹബ്ബീങ്ങളായിരിക്കുന്ന കരളിൻ്റെ കഷ്ണമായിരിക്കുന്ന നിങ്ങളൊക്കെ എത്രയോ ബുദ്ധിമുട്ടിയിട്ടാണല്ലോ ഇവിടുന്ന് വരുന്നത്. ഇവർക്ക് പറയാതിരിക്കാൻ കഴിയൂലല്ലോ.
അപ്പം അങ്ങനത്തെ നിങ്ങളെപ്പോലത്തവരെയൊക്കെ സ്നേഹിപ്പിക്കുന്ന, നിങ്ങളെപ്പോലത്തവരെയൊക്കെ സംഘടിപ്പിക്കുന്നതായിരിക്കുന്നൊരു സ്ഥാപനമാണ് നമ്മളുടെ സ്ഥാപനം. മറ്റുള്ള സ്ഥാപനങ്ങളെ പോലെയല്ല. ഇങ്ങനത്തെ ഒരു സ്ഥാപനം വേറെ എവിടെ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാക്കാൻ ആരെക്കൊണ്ട് കഴിയൂല ഈ കാലഘട്ടത്തിൽ. മനസ്സിലായില്ലേ? ഇത് തീവ്രവാദവും വർഗീയതയും ഇല്ലാതെയാക്കുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് നമ്മളുടെ ഈ സ്ഥാപനത്തിലേക്ക് നമ്മളുടെ കേരളത്തിലുള്ളതായിരിക്കുന്ന ഭരണ നേതാക്കൾക്കും കേന്ദ്രത്തിലുള്ളതായിരിക്കുന്ന ഭരണ നേതാക്കൾക്കൊന്നും ഇതിനോട് യാതൊരു വിഷമവും ഇല്ല. കാരണം ഈ കാലഘട്ടത്തിൽ വർഗീയതയും തീവ്രവാദവും ഇല്ലാതെയാക്കുന്ന സ്ഥാപനം ആണ് ആവശ്യം. അതാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഇതിനെ എല്ലാവരും സ്നേഹിക്കുന്ന സ്ഥാപനമാണ്. ഇതിന് അങ്ങനത്തെ യാതൊരു പ്രതിസന്ധിയും ഇല്ല. നിങ്ങളൊന്നും ആരും ബേജാറായി പോകണ്ട. മനസ്സിലാക്കണം. കാരണം എന്താണ്? ഇതിൽ ഒരു കുട്ടി പഠിക്കുന്നുണ്ടെങ്കിൽ ഇതിന്ന് പഠിച്ചു പോയതായിരിക്കുന്ന ഒരു കുട്ടിക്ക് തീവ്രവാദിയാകാൻ കഴിയൂല, വർഗീയതയുണ്ടാക്കാൻ കഴിയൂല. ആ രീതിയിലാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഒരു കുട്ടി ഇന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിൻ്റെ കുടുംബങ്ങൾ 300 ജില്ലാനും 400ഓളം മക്കൾ ഇതിന്ന് പഠിച്ച് പാസ്സായി പോയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ കുടുംബങ്ങൾ ആയിരക്കണക്കിലാണ്, 3 ലക്ഷങ്ങളായിക്കൊണ്ടാണ് ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെടുന്നതും ഇതിനെ സ്നേഹിക്കുന്നതുമൊക്കെ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് മറ്റൊരു സ്ഥാപനത്തിനും ഇല്ല. അപ്പം അങ്ങനത്തെ ഒരു സ്ഥാപനമാണ് ഇത്. ഇതാർക്കും തന്നെ വെറുക്കാൻ കഴിയൂല. ഒരു മോമിനായിരിക്കുന്ന മനുഷ്യനിക്കും ഈ സ്ഥാപനത്തിനെ കുറ്റം പറയാൻ കഴിയൂല. ഒരു അണുമണി തൂക്കം ഈമാനുണ്ടെങ്കിൽ അവനക്ക് ഈ സ്ഥാപനത്തിനെ കുറ്റം പറയാൻ കഴിയൂല. കാരണം ഇതിൻ്റെ ഹക്ക് അങ്ങനത്തെ ഹക്കാണ്. ഇതിൽ വർഗീയതയില്ല, തീവ്രവാദമില്ല, ആരെയും ആക്രമിക്കപ്പെടുന്ന സ്ഥാപനമല്ല. ഇത് അല്ലാഹുവിൻ്റെ മുഅ്മിനീങ്ങളുടെ സ്ഥാപനമാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തതായിരിക്കുന്ന സ്ഥാപനമാണ്. ഇത് അല്ലാഹുവിൻ്റെ മുഅ്മിനീങ്ങൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതായിരിക്കുന്ന സ്ഥാപനമാണ്. നിങ്ങളെപ്പോലത്തെ ഇതിന് വേറൊരു സ്ഥായിയായിരിക്കുന്ന വരുമാനമൊന്നുമില്ല. ഇതിന് മുഅ്മിനീങ്ങളുടെ സ്നേഹമല്ലാതെ മറ്റൊന്നും ഇതിനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ ഖൽബിലിട്ട് കൊടുത്തതായിരിക്കുന്ന സ്നേഹമല്ലാതെ ഇതിന് യാതൊരു വരുമാനവുമില്ല. അതുകൊണ്ട് ഇത് യാതൊരു വിഷമമില്ലാതെ ആരെയും ബുദ്ധിമുട്ടാക്കാതെ നടന്നു പോകുന്ന സ്ഥാപനമാണ്. മനസ്സിലായില്ലേ? അപ്പം ലോകത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും, പല ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഈമാൻ കാര്യം പഠിപ്പിച്ചത് എന്താണ്? അവസാനം പഠിപ്പിച്ചത് ഖൈറും ഷർറും അല്ലാഹുവിൻ്റെ വക്കൽ നിന്നുള്ളതാണ്. അപ്പം ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും വിശ്വസിക്കണം എന്നെങ്കിലേ മോമിനാവുള്ളൂ. വെറും ഖൈറ് കൊണ്ട് മാത്രം വിശ്വസിച്ച് ഷർറ് വരും ബുദ്ധിമുട്ടെന്തെങ്കിലും വരുമ്പോൾ അത് ആരോ ചെയ്തതാണ്, അത് മറ്റുള്ള നിലക്കാണെന്ന് വിശ്വസിച്ചാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അൽ ഖദരിയത്തു മജൂസു ഹാദിഹിൽ ഉമ്മ. അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഖൈറ് കൊണ്ട് മാത്രം വിശ്വസിക്കുന്നതായിരിക്കുന്ന ജനങ്ങൾ അത് എൻ്റെ ഉമ്മത്തീങ്ങൾപ്പെട്ട മജൂസികളാണ്, അവർ മോമിനീങ്ങളല്ല എന്ന്. അപ്പോൾ നമ്മൾ എന്താണ് വേണ്ടത്? ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും വിശ്വസിക്കണം. പ്രത്യേകിച്ച് ദീനിൻ്റെ മേഖല എന്ന് പറയുമ്പോൾ അതിനൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകും, ബുദ്ധിമുട്ടോടുകൂടിയാവണം. ബഹുമാനപ്പെട്ട ഖാജാ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ചത്, മഹാനവറുകളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് അറിയാമെന്ത് ഇടങ്ങേറ് കൊണ്ടല്ലായിരുന്നു ദുആ ചെയ്ത്. ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഇടങ്ങേറ് കൊണ്ട് പടച്ചോനാണ്. കാരണം അത് താൽക്കാലികമായിരിക്കുന്ന ജീവിതമാണ്. ഈ ജീവിതത്തിൽ വെച്ചുകൊണ്ട് അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ഇത് ആഖിറത്തിനക്ക് കൃഷി ചെയ്യുന്ന അതായിരിക്കുന്ന ലോകമാണ്. ഈ ദുനിയാവെന്ന് പറയുന്നത് കൃഷി സ്ഥലമാണ്. ഇതിൽ നിന്ന് കൃഷി നമ്മൾ നല്ല നിലക്ക് വലുതാക്കി വളർത്തി ഉണ്ടാക്കിയാൽ ആഖിറത്തിൽ നമുക്ക് എന്നും കാലാകാലം നമുക്ക് സുഖമായിക്കൊണ്ട് ജീവിക്കാമെന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ ദുനിയാവും നമ്മൾ സ്വീകരിക്കണം, ബുദ്ധിമുട്ടും സ്വീകരിക്കണം, സന്തോഷവും സ്വീകരിക്കണം, എല്ലാം നമ്മൾ സ്വീകരിക്കണം. ഇത് ബഹുമാനപ്പെട്ട നമ്മുടെ ദീനിൻ്റെ സ്ഥാപനമാണ്. നമ്മളൊക്കെ
ദീനിൻ്റെ അഹിലുകാരാണ്. ദീനിൻ്റെ അഹിലുകാരായത് കൊണ്ടിട്ടാണല്ലോ നിങ്ങളൊക്കെ എത്രയേ ദൂരത്തു നിന്നാണല്ലോ ഇപ്പോൾ ഇവിടെ വന്ന് എത്ര ബുദ്ധിമുട്ട് ഈ ചൂടിനുള്ള യാത്ര. ഇതൊന്നും ഇപ്പം മറക്കാൻ കഴിയൂലല്ലോ. അപ്പം ദീനിന് വേണ്ടിയിട്ട് ദീനിൻ്റെ സ്ഥാപനമാണ് ഇത്. ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ നമ്മൾ ആദ്യം